നമുക്ക് ഈ ക്ലാസ്സിൽ ഇന്ത്യൻ കോൺട്രിബ്യൂഷൻ ടു പാലിയോ ബോട്ടണി എന്നുള്ള ഒരു ടോപ്പിക്ക് പഠിക്കാം. അതായത് ഇന്ത്യയിൽ നിന്ന് പാലിയോ ബോട്ടണിക്ക് സംഭാവന ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫോട്ടോയിൽ കാണുന്ന പാലിയോ ബൊട്ടാണിസ്റ്റാണ് ബീർബൽ സാഹ്നി. ബീർബൽ സാഹ്നിയെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. പ്രൊഫസർ ബീർബൽ സാഹ്നിയെക്കുറിച്ച് ഫാദർ ഓഫ് ഇന്ത്യൻ പാലിയോ ബോട്ടണി എന്നറിയപ്പെടുന്നത് ഇദ്ദേഹമാണ്. ഫാദർ ഓഫ് ഇന്ത്യൻ പാലിയോ ബോട്ടണി എന്നറിയപ്പെടുന്നത് ആരാണ്? പ്രൊഫസർ ബീർബൽ സാഹ്നിയാണ്. പ്രൊഫസർ ബീർബൽ സാഹ്നിയാണ് ഫാദർ ഓഫ് ഇന്ത്യൻ പാലിയോ ബോട്ടണി. അപ്പോൾ ഇദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത്? 1891 to 1949 ഈ ഒരു കാലഘട്ടത്തിലാണ് പ്രൊഫസർ ബീർബൽ സാഹ്നി ജീവിച്ചിരുന്നത്. ഇദ്ദേഹം ഒരുപാട് ഫോസിലുകളെ ഐഡൻറ്റിഫൈ ചെയ്യുകയും ഇന്ത്യയിൽ ഫോസിലുള്ള ഏരിയാസൊക്കെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് ഒരുപാട് ഫോസിലുകളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, അവയ്ക്ക് പേര് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പാലിയോ ബോട്ടണിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം അദ്ദേഹത്തിൻ്റെ ഒരു ജനനം എങ്ങനെയായിരുന്നു, അദ്ദേഹം എവിടെയായിരുന്നു പഠിച്ചത്, അതെല്ലാം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രൊഫസർ ബീർബൽ സാഹ്നി ആരായിരുന്നു? ഫാദർ ഓഫ് ഇന്ത്യൻ പാലിയോ ബോട്ടണിയാണ്. ഇദ്ദേഹം എവിടെയാണ് ജനിച്ചത്? വെസ്റ്റ് പഞ്ചാബിലാണ് ജനിച്ചത്. വെസ്റ്റ് പഞ്ചാബിലെ ഭേര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജനിച്ചത്. 1891 1891 ബീർബൽ സാഹ്നി ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ആരൊക്കെയായിരുന്നു? രുചിറാം സാഹ്നി ആൻഡ് ശ്രീമതി ഈശ്വർ ദേവി. ഇവരാണ് ഇദ്ദേഹത്തിൻ്റെ പേരൻസ്. അപ്പോൾ ഇദ്ദേഹം ആദ്യം ഒരു ഫോസിൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള ആയിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ സ്റ്റഡീസ്. ഇദ്ദേഹം സാധാരണ പ്ലാന്റ്സിൻ്റെ മോർഫോളജിയും ലിവിങ് പ്ലാന്റ്സും ഒക്കെ ആയിരുന്നു ഇദ്ദേഹം ആദ്യം പഠിച്ചിരുന്നത്. പിന്നീടാണ് ഇദ്ദേഹം ഫോസിൽ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കാനും ഫോസിൽ പ്ലാന്റ് മാത്രമല്ല ഫോസിലിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. പിന്നെ അദ്ദേഹം ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടറേറ്റ് ഡിഗ്രി എടുത്തത്. അതിനുശേഷം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു. പിന്നീട് ഇന്ത്യയിൽ എന്ത് ചെയ്തു? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലും പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിലും ഇവിടെയൊക്കെ അദ്ദേഹം വർക്ക് ചെയ്തു. പിന്നെ ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ ഒരു ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ ലക്നൗ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഇദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി DSc ഡിഗ്രി എടുക്കാൻ വേണ്ടി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പോയി. അത് കഴിഞ്ഞ് ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി ഓഫ് സയൻസ് ലക്നൗ യൂണിവേഴ്സിറ്റി, അതായത് ലക്നൗ യൂണിവേഴ്സിറ്റിയിലൊരു ഡീൻ ഓഫ് ഫാക്കൽറ്റി ആയി മാറി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇദ്ദേഹം റോയൽ സൊസൈറ്റി ഇദ്ദേഹത്തിനൊരു അവാർഡൊക്കെ കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു? 1947 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡെപ്യൂട്ടഡ് ഡോക്ടർ സാഹ്നി ടു വിസിറ്റ് ദ ഫേമസ് റിസർച്ച് ലബോറട്ടറീസ് ഇൻ യൂറോപ്പ്, UK ആൻഡ് USA. അപ്പോൾ യൂറോപ്പിലും UK യിലും USA യിലും ഒക്കെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് അവസരം ലഭിച്ചു. പിന്നെന്താണ്? ഇദ്ദേഹം ഒരു പാലിയോ ബൊട്ടാണിസ്റ്റ് ആണ്. പക്ഷേ ആദ്യത്തെ വർക്കൊക്കെ ലിവിങ് പ്ലാന്റ്സിലായിരുന്നു, ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ പ്ലാന്റ് മോർഫോളജിയിലും ടെറിഡോഫൈറ്റിൻ്റെയും ജിംനോസ്പേമിൻ്റെ ഒക്കെ എവല്യൂഷണറി ട്രെൻഡ്സിലും ഒക്കെയാണ് ഇദ്ദേഹം ആദ്യം പഠനം നടത്തിയത്. അപ്പോൾ ആ സമയത്താണ് പാലിയോ ബോട്ടണിയിലേക്ക് തിരിഞ്ഞത്. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള വർക്ക് എന്തൊക്കെയായിരുന്നു? ആദ്യകാലത്തുള്ള വർക്ക് ലിവിങ് പ്ലാന്റ്സിലായിരുന്നു. പ്ലാന്റ് മോർഫോളജിനെ കുറിച്ച് പഠിച്ചു, എവല്യൂഷണറി ട്രെൻഡ്സ് ഓഫ് ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി? ഫോസിൽസിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അതായത് എക്സ്ക്ലൂസീവ് സ്റ്റഡീസ് ഓൺ ഇന്ത്യൻ ഗോണ്ട്വാന പ്ലാന്റ്സ് ആൻഡ് ഇന്ത്യൻ ഫോസിൽ കോണിഫേഴ്സ് വിത്ത് പ്രൊഫസർ സെവാർഡ്. അപ്പോൾ പ്രൊഫസർ സെവാർഡിൻ്റെ കൂടെ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യൻ ഗോണ്ട്വാന പ്ലാന്റ്സ്, ഗോണ്ട്വാന എന്ന് പറഞ്ഞാൽ ഒരു ഏരിയയാണ്, അതായത് സതേൺ ലാൻഡിലുള്ള ഏരിയയാണ് ഗോണ്ട്വാന എന്ന് പറഞ്ഞാൽ. അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യ, ആഫ്രിക്ക, മഡഗാസ്കർ ഇങ്ങനെയുള്ള റീജിയനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണ് ഗോണ്ട്വാന. അപ്പോൾ ഇന്ത്യയിലത്തെ ഗോണ്ട്വാന പ്ലാന്റ്സിനെ കുറിച്ചുള്ള എക്സ്ക്ലൂസീവായിട്ടുള്ള സ്റ്റഡീസ് ഇദ്ദേഹം പ്രൊഫസർ സെവാർഡിൻ്റെ കൂടെ ചേർന്ന് നടത്തി. അതേപോലെ തന്നെ ഇന്ത്യൻ ഫോസിൽ കോണിഫേഴ്സിനെ കുറിച്ചും ഇദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു
എ ലാർജ് നമ്പർ ഓഫ് പേപ്പേഴ്സ് ഓൺ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് പാലിയോബോട്ടണി. അതായത് ഒരു സീരീസ് ഓഫ് പേപ്പേഴ്സ് എവിടെ നടത്തി? പാലിയോബോട്ടണിയിൽ, ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് പാലിയോബോട്ടണിയിൽ ഒരു സീരീസ് ഓഫ് പേപ്പർ തന്നെ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ റിസർച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഒരു നല്ല റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക? അത് പബ്ലിഷ് ചെയ്യാം, നല്ല ജേർണലിലൊക്കെ നമുക്ക് പബ്ലിഷ് ചെയ്യാം. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞാൽ പാലിയോബോട്ടണിയുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ പല കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഒരു സീരീസ് ഓഫ് വർക്ക്സ് ആയിട്ട് ഒരുപാട് ജേർണലുകളിൽ ഇദ്ദേഹം പബ്ലിഷ് ചെയ്തു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മേജർ വർക്ക്സ് എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ന്യൂമറസ് ഫോസിൽ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ്. ഒരുപാട് ഫോസിൽ മെറ്റീരിയൽസ്, ഇന്ത്യയിൽ നിന്ന് കിട്ടിയ ഫോസിൽ മെറ്റീരിയൽസും വിദേശങ്ങളിൽ നിന്ന്, അതർ കൺട്രീസിൽ നിന്ന് കിട്ടിയ ഫോസിൽ മെറ്റീരിയൽസും ഒക്കെ ഇദ്ദേഹം സ്റ്റഡി ചെയ്തു. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരു ലിവിങ് പ്ലാന്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ തന്നെ എന്തൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ? നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇഷ്ടം പോലെ നമുക്ക് മെറ്റീരിയൽ കിട്ടുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ടാക്സോണമിയെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടില്ലേ? അപ്പോൾ പലതരം ഒരു ശരിക്ക് വൃത്തിയിൽ പ്രിസർവ് ചെയ്തിട്ട് കൂടി ഇല്ലാത്ത ഫോസിലിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു നോക്കിയേ. അപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള ഫോസിലാണ് പഠിച്ചത്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസും. അപ്പോൾ ന്യൂമറസ് ഫോസിൽ മെറ്റീരിയൽസ് ഫ്രം ഇന്ത്യ ആൻഡ് അതർ കൺട്രീസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഒരുപാട് ഫോസിൽ മെറ്റീരിയൽസ് ഇന്ത്യയിലേക്കും അതർ കൺട്രീസിൽ നിന്നും കൊണ്ടുവന്നിട്ട് അതൊക്കെ സ്റ്റഡി ചെയ്തു. പിന്നെയോ വേറെന്താ അദ്ദേഹം ചെയ്തത്? സ്റ്റഡി ഓഫ് പാലിയോ ജിയോഗ്രഫിക്കൽ ആൻഡ് ജിയോഗ്രഫിക്കൽ പ്രോബ്ലംസ് ലൈക്ക് പെർമോ കാർബോണിഫറസ് ലൈഫ് പ്രൊവിൻസസ്, മാഗ്നസ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി, ഹിമാലയൻ അപ്ലിഫ്റ്റ്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സ്റ്റഡി ചെയ്തു. അപ്പോൾ പാലിയോ ജിയോഗ്രഫിക്കൽ സ്റ്റഡീസ്, ജിയോഗ്രഫിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ പെർമോ കാർബോണിഫറസ് ലൈഫ് പ്രൊവിൻസിനെ കുറിച്ച് പഠിച്ചു, മാഗ്നസ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിനെ കുറിച്ച് പഠിച്ചു, ഹിമാലയൻ അപ്ലിഫ്റ്റിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയി സ്റ്റഡി നടത്തിയ ഒരാളാണ് ബീർബൽ സാഹ്നി. ഈ പെർമോ കാർബോണിഫറസ് ലൈഫ് പ്രൊവിൻസസ് എന്നൊക്കെ പറഞ്ഞാൽ ആ കാർബോണിഫറസ് പെർമിയൻ പീരീഡിലുണ്ടായിരുന്ന ആ ഒരു ലൈഫിനെ കുറിച്ചുള്ള ഒരുപാട് മിസ്റ്ററീസ് ഒക്കെ ഇദ്ദേഹത്തിന് പുറത്തു കൊണ്ടുവരാൻ പറ്റി. പിന്നെ മാഗ്നസ് കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറി, നിങ്ങൾ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയൊക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. വാഗ്നറിൻ്റെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് തിയറിയിലും ഹിമാലയൻ അപ്ലിഫ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിലും ഒക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം സ്റ്റഡി ചെയ്തിട്ടുണ്ട്. പിന്നീട് 1939 അദ്ദേഹം ഒരു റിസർച്ച് ബുള്ളറ്റിൻ തുടങ്ങി, പാലിയോബോട്ടണി ഇൻ ഇന്ത്യ. ഇന്ത്യക്കാർ അല്ലെങ്കിൽ ഇന്ത്യയിലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട്സൊക്കെ പാലിയോബോട്ടണിക്ക് നൽകുന്ന സംഭാവനകളെക്കുറിച്ചൊക്കെ പുറം ലോകത്തിന് അറിയിക്കാൻ വേണ്ടിയിട്ടും അത് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടും ഇദ്ദേഹം എന്ത് ചെയ്തു? റിസർച്ച് ബുള്ളറ്റിൻ തുടങ്ങി, പാലിയോബോട്ടണി ഇൻ ഇന്ത്യ. 1939 ബീർബൽ സാഹ്നി എന്ത് ചെയ്തു? പാലിയോബോട്ടണി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു റിസർച്ച് ബുള്ളറ്റിൻ പബ്ലിഷ് ചെയ്തു. പിന്നീട് അദ്ദേഹം വേറെ, അതായത് ഏരിയാസ് ഇൻ ഇന്ത്യ ടു വിച്ച് ഹി പേഡ് സിഗ്നിഫിക്കൻസ് ഇൻക്ലൂഡ് രാജ്മഹൽ ഹിൽസ്, ഡെക്കാൻ ഇന്റർട്രാപ്പിയൻ സീരീസ്, സാൾട്ട് റേഞ്ച് ഓഫ് പഞ്ചാബ്. അപ്പോൾ ഇദ്ദേഹം ഈ ഫോസിലിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് സെർച്ച് ചെയ്ത ഏരിയാസ് ഏതൊക്കെയാണ്? ഇദ്ദേഹം എവിടെയാണ് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുത്തത്? ഫോസിൽസ് ഒക്കെ എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് വെച്ചാൽ രാജ്മഹൽ ഹിൽസ്, ബീഹാറിലെ രാജ്മഹൽ ഹിൽസ്, പിന്നെ ഡെക്കാൻ ഇന്റർട്രാപ്പിയൻ സീരീസ്, അപ്പോൾ ഈ ഡെക്കാൻ പ്ലാറ്റ്യൂ ആ റീജിയൻ, പിന്നെ പഞ്ചാബ്, സാൾട്ട് റേഞ്ച് ഓഫ് പഞ്ചാബ്, ഇപ്പോൾ അത് പാകിസ്ഥാനിലാണ്. ഈ സാൾട്ട് റേഞ്ച് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലാണ്. അപ്പോൾ ഈ സാൾട്ട് റേഞ്ച് ഓഫ് പഞ്ചാബ് ഇവിടെയൊക്കെ എന്ത് ചെയ്തു? ഇദ്ദേഹം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു. പിന്നീട് ഇദ്ദേഹം കണ്ടുപിടിച്ച ചില ഫോസിൽസാണ് ഹോമോസൈലൻ രാജ്മഹലിയ പാരഡോക്സ, വില്യംസോണിയ സെവാഡിന, ഇതെല്ലാം ഇദ്ദേഹം കണ്ടുപിടിച്ച ഫോസിലാണ്. ഹോമോസൈലൻ രാജ്മഹലിയ പാരഡോക്സ, വില്യംസോണിയ സെവാഡിയാണ്. അതായത് രാജ്മഹലൻസ് എന്ന് പറഞ്ഞാൽ രാജ്മഹൽ ഹിൽസ് നിന്ന് കിട്ടിയതിനാണ് രാജ്മഹലൻസ് എന്നൊക്കെ പറഞ്ഞ് പേര് കൊടുക്കുന്നത്. ബീഹാറിലാണ് രാജ്മഹൽ ഹിൽസ്, അവിടെ നിന്നൊക്കെയാണ് ഒരുപാട് ഫോസിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡെക്കാൻ ഇന്റർട്രാപ്പിയൻ ഏരിയ ഉണ്ട്, സാൾട്ട് റേഞ്ച് ഓഫ് പഞ്ചാബ് ഉണ്ട്. ഇവിടെയൊക്കെയാണ് ബീർബൽ സാഹ്നി ഫോസിലിനെ കണ്ടെത്താൻ വേണ്ടി കൂടുതൽ സെർച്ച് ചെയ്ത സ്ഥലങ്ങൾ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷനാണ് പെൻറ്റോസൈലി എന്ന് പറയുന്ന ഒരു എക്സ്റ്റിങ്ക്റ്റ് പ്ലാന്റിനെ കണ്ടുപിടിച്ചു. പെൻറ്റോസൈലി എന്ന് പറഞ്ഞിട്ട് ഒരു എക്സ്റ്റിങ്ക്റ്റ് പ്ലാന്റിൻ്റെ ഒരു ഗ്രൂപ്പിനെ ഇദ്ദേഹം കണ്ടുപിടിച്ചു. എവിടെ നിന്നാണ്? ബീഹാറിൽ തന്നെയാണ്. നിപ്പാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന്, ബീഹാറിലെ നിപ്പാനിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് പെൻറ്റോസൈലി എന്ന് പറയുന്ന ഒരു ഫോസിൽ
പ്ലാന്റിനെ അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഈ പെൻറ്റോസൈലിൻ്റെ പ്രത്യേകത എന്താണ്? ജുറാസിക് ജിംനോസ്പേംസ് ആണ് എന്ത് ഈ പെൻറ്റോസൈലി. ജുറാസിക് ജിംനോസ്പേമാണ്. ഇതൊക്കെ ഇദ്ദേഹം കണ്ടെത്തിയതാണ് ഈ പെൻറ്റോസൈലി എന്ന് പറയുന്ന ഫോസിൽ ജിംനോസ്പേമിനെ. ഇതിനെ വേറെ ആർക്കും എവിടെ നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിനെ പുതിയതായിട്ട് കണ്ടുപിടിച്ചതാണ് പെൻറ്റോസൈലി. ജുറാസിക് ജിംനോസ്പേമാണ്. പിന്നെ ഇതിന് ഈ പെൻറ്റോസൈലിന് സൈക്കഡോഫൈറ്റ്സുമായിട്ടും കോണിഫെറോഫൈറ്റ്സുമായിട്ടും ഒക്കെ എന്തുണ്ട്? സിമിലാരിറ്റി ഉണ്ട്. സൈക്കഡോഫൈറ്റ്സ്, കോണിഫെറോഫൈറ്റ്സ്, അതായത് സൈക്കസും ഒക്കെ വരുന്നത്, പൈനസൊക്കെ വരുന്ന ഗ്രൂപ്പില്ലേ, സൈക്കഡോഫൈറ്റ്സ്, കോണിഫെറോഫൈറ്റ്സ്, അതിനൊക്കെയായി സിമിലാരിറ്റി ഉള്ള ഒരു ഫോസിലാണ് പെൻറ്റോസൈലി എന്ന് പറയുന്ന ഫോസിൽ. പിന്നെ ഇദ്ദേഹം വേറെ ഇന്ത്യയിൽ നിന്ന് കണ്ടുപിടിച്ച മെയിനായിട്ടുള്ള ഫോസിലാണ് ഫോസിൽ കാരോഫൈറ്റ്സ്, ഫോസിൽ ഫേൺസ്, ഫോസിൽ പാംസ്, പിന്നെ ഫോസിൽ ഡൈക്കോട്സ്. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചു? ഡെക്കാൻ ഇൻ്റർട്രാപ്പിയൻ ഏരിയ എന്ന് കണ്ടുപിടിച്ചു. മധ്യപ്രദേശിലാണ് ഈ ഡെക്കാൻ ഇൻ്റർട്രാപ്പിയൻ ഏരിയ. ഈ ഡെക്കാൻ ഇൻ്റർട്രാപ്പിയൻ ഏരിയയിൽ നിന്ന് എന്ത് കണ്ടുപിടിച്ചു? ഫോസിൽ കാരോഫൈറ്റ്സ്, ഫേൺസ്, പാംസ്, ഡൈക്കോട്സ്, ഇതിനൊക്കെ ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ മൈക്രോ ഫോസിൽസ് പഞ്ചാബിൽ നിന്ന് മൈക്രോ ഫോസിൽസിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കുറേ മൈക്രോ ഫോസിൽസിനെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന്? പഞ്ചാബിൽ നിന്ന്. പിന്നെ ഇദ്ദേഹം വേറൊരു കാര്യം ചെയ്തതെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി, ലക്നൗവിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി സ്ഥാപിച്ചതാരാണ്? ബീർബൽ സാഹ്നിയാണ്. 1946 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലക്ഷ്യം? ദിസ് ഇസ് ആൻ ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഫോസിൽ പ്ലാന്റ്സ്. ഫോസിൽ പ്ലാന്റ്സിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സെൻറ്ററാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി. എവിടെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി? ലക്നൗവിലാണ്. ഇത് സ്ഥാപിച്ചതാരാണ്? ബീർബൽ സാഹ്നിയാണ്. പ്രൊഫസർ ബീർബൽ സാഹ്നിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി ലക്നൗവിൽ സ്ഥാപിച്ചത്. 1946 ഇത്. അപ്പോൾ എന്താണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി എന്ന് പറഞ്ഞാൽ? ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ സ്റ്റഡി ഓഫ് ഫോസിൽ പ്ലാന്റ്സ്. അപ്പോൾ ഇത്രയാണ് ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പോൾ നമുക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ പഠിക്കാം കൂടുതലായിട്ട്. അപ്പോൾ ഒന്ന് ഓർക്കുക, ബീർബൽ സാഹ്നി സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടാണിത്. ലക്നൗവിലാണ് പാലിയോബോട്ടണിനെ കുറിച്ച് പഠിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ ബീർബൽ സാഹ്നി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ സാവിത്രി സാഹ്നി ഇദ്ദേഹത്തിൻ്റെ വർക്കൊക്കെ ഏറ്റെടുത്തു. ഇദ്ദേഹം എന്തൊക്കെയോ തുടങ്ങിയപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയതേ ഉള്ളൂ. 1946 ഈ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല നിലയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇദ്ദേഹം മരിച്ചു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ വർക്കൊക്കെ ഏറ്റെടുത്ത് നടത്തിയത് ആരാണ്? സാവിത്രി സാഹ്നി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ സാവിത്രി സാഹ്നി എന്ത് ചെയ്തു? ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി എന്നൊക്കെ പറഞ്ഞ് ഒരു വെൽ നോൺ ഇൻസ്റ്റിറ്റ്യൂട്ടാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളാണ് ഈ സാവിത്രി സാഹ്നി എന്ന് പറയുന്ന ലേഡി. അദ്ദേഹം ബീർബൽ സാഹ്നിയുടെ വൈഫാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? 1946 മുതൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ കൊണ്ടു നടന്നു. എന്നിട്ട് 1949 to 1969 ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്താരായിരുന്നു? സാവിത്രി സാഹ്നി ആയിരുന്നു. പിന്നെ 1969 എന്ത് ചെയ്തു? 1949 to 1969 അവരായിരുന്നു ഈ ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ്, പിന്നീട് അത് BSIP എന്നറിയപ്പെട്ട ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി, ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി ലക്നൗ, അങ്ങനെയാണ് പിന്നീട് അത് അറിയപ്പെട്ടത്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തലപ്പത്താരായിരുന്നു 1949 മുതൽ 1969 വരെ സാവിത്രി സാഹ്നി ആയിരുന്നു. അപ്പോൾ ഈ സാവിത്രി സാഹ്നിയും പാലിയോബോട്ടണിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയ ഒരു വനിതയാണ്. പിന്നീട് 1969 എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി എന്നുള്ളത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് ഏറ്റെടുക്കുകയായിരുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈ ബീർബൽ സാഹ്നി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയോബോട്ടണി ഏറ്റെടുത്തു. ഒരു ആജീവനാന്ത അവിടുത്തെ ഒരു സ്ഥാനം അപ്പോഴും ഈ സാവിത്രി സാഹ്നിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1969 രാജ്യം പത്മശ്രീയൊക്കെ നൽകി ഇവരെ ആദരിച്ചിട്ടുണ്ടായിരുന്നു സാവിത്രി സാഹ്നിയുടെ ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇതിൻ്റെ സ്റ്റാമ്പാണ് കേട്ടോ. വില്യം സോണിയാസ് അവാർഡിന് കണ്ടില്ലേ? ഫോസിലിൻ്റെ ചില സ്റ്റാമ്പിൽ വന്നതായിരുന്നു ഇത്. നിങ്ങൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഫോസിലിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ്? ഇതാണ് സാവിത്രി സാഹ്നി, ബീർബൽ സാഹ്നിയുടെ വൈഫാണ്. അപ്പോൾ നിങ്ങൾക്കും എന്ത് ചെയ്യുക? ഒരുപാട് സ്റ്റഡീസൊക്കെ നടത്തി നന്നായി പഠിച്ച് ഇതേപോലെ ഫോസിൽ സ്റ്റഡി അല്ലെങ്കിൽ പലതരത്തിലുള്ള സ്റ്റഡീസ് നമ്മുടെ ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്കും എന്ത് ചെയ്യുക? കോൺട്രിബ്യൂട്ട് ചെയ്യാം.
ഇതുപോലുള്ള സയൻറ്റിസ്റ്റൊക്കെ ആയിട്ട് നമുക്കും ഇന്ത്യയുടെ നമ്മുടെ സയൻസിന് നമ്മുടെ രാജ്യത്തിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഇത്തരത്തിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ബീർബൽ സാഹനിയൊക്കെ ഉണ്ട്. ഇദ്ദേഹത്തെ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഫോസിൽസൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ നമുക്കിപ്പോൾ ഈ ഫോസിലൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ പണ്ട് കാലത്ത് ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടായിരുന്നു, ഇന്ന സമയത്ത് അത് പാലിയോസോയിക് എറ ഉണ്ടായിരുന്നു, ആ എറയിൽ ഇങ്ങനെ കുറേ ജീവികൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള സയൻറ്റിസ്റ്റൊന്നും ഇല്ലെങ്കിൽ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സയൻറ്റിസ്റ്റുകളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തിനാണ് പറഞ്ഞു തരുന്നത്? നിങ്ങൾക്കൊരു മോട്ടിവേഷനാണ്, നമുക്കും ഇതുപോലെയൊക്കെ ആവണം എന്നുള്ളൊരു മോട്ടിവേഷനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത്രയും മതി. ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ബീർബൽ സാഹനിയെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പഠിക്കുക. പിന്നെ സാവിത്രി സാഹനി. ഇത്രയും കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്.